പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി UG ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്, ഓപ്ഷനിൽ വേണ്ട മാറ്റങ്ങൾ എങ്ങനെയാണ് വരുത്തേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ വലതുവശത്ത് കാണുന്ന അപ്ലിക്കൻ്റ് ലോഗിൻ എന്നതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ സൈറ്റ് അല്പം ബിസിയാണ്, എന്നിരുന്നാലും അല്പസമയം കാത്തിരുന്നാൽ അലോട്ട്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് നോ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും വരിക. ഒരു ഘട്ടത്തിൽ അപ്ലൈ ചെയ്തവർക്ക് ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന് പ്രൊഫൈൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പായി ഓപ്ഷനിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും ഇത്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം ആർക്കും എവിടെയും അഡ്മിഷനൊന്നും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീ പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച് ആ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ആ ഒരു ഘട്ടത്തിൽ എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കോളേജിലും ഏത് റാങ്ക് വരെ, ഏത് ഇൻഡെക്സ് വരെ ഉള്ളവർക്കാണ് അവസാനം അഡ്മിഷൻ നൽകിയത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നൽകിയിട്ടുണ്ട്. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പുള്ള വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് ഓരോ കോളേജിലും, നിങ്ങൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന ഓരോ കോളേജിലും ഏത് ഇൻഡെക്സ് വരെ ഉള്ളവർക്കാണ് അവസാനം അലോട്ട്മെൻറ്റ് നൽകിയത്, ഓരോ കാറ്റഗറിയിലും നൽകിയത്, നിങ്ങളുടെ കാറ്റഗറിക്ക് ഏത് കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സിന് അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ പുതിയ ഓപ്ഷൻ നൽകാൻ. നിങ്ങൾക്കുള്ള ഇൻഡെക്സ് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വലിയ ഇൻഡെക്സിൽ മാത്രം അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളിൽ മാത്രം ഓപ്ഷൻ നൽകിയാൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത കുറയുന്നതായിരിക്കും. കേരള യൂണിവേഴ്സിറ്റി UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.